ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിയിടങ്ങൾ വളരെ വേഗം സജ്ജമാക്കണം. നമുക്ക് ഓണക്കൃഷിക്ക് വേണ്ടി പുഷ്പകൃഷി, പച്ചക്കറി കൃഷിക്ക് നമ്മുടെ കൃഷിക്കൂട്ടങ്ങൾ വളരെ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് ജനകീയാസൂത്രണ പദ്ധതി 2023 4 കുഞ്ഞൻ മെഷീനുകളെ ഈ കൃഷിയിടങ്ങളിലേക്ക് സ്വാഗതം ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടപ്പെട്ടത്, വളരെ വലിയൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് ഈ മെഷീനാണ്. ഇത് കിർലോസ്കർ കമ്പനിയുടെ പോർട്ടബിൾ ടില്ലറാണ്, ഗാർഡൻ ടില്ലറാണ്. ഇത് നമ്മുടെ വനിതകൾക്ക് പോലും കർമ്മസേന അല്ലേ, നിങ്ങൾക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. വളരെ പവർഫുള്ളാണ്. മറ്റേ ഇത് പെട്രോൾ അല്ല, ഡീസലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ കേരളത്തിൻ്റെ സെയിൽസ് മാനേജർ, അതുപോലെ തന്നെ ഒരു കർഷക സുഹൃത്തു കൂടിയായ പേര് ശ്രീ സുജേഷ് നമുക്ക് അതിൻ്റെ ടെക്നിക്സുകൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ കൃഷിയിടങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ഒരു ഭാഗത്ത് മണൽ കലർന്ന പശ്ചിമരാശി മണ്ണും ഒരു ഭാഗത്ത് നമുക്ക് പരുക്കം മണ്ണുമാണ്. അപ്പോൾ ആ പരുക്കം മണ്ണുള്ള പുരയിടങ്ങളിൽ നമുക്ക് ഇത് കാട് വെട്ടി തെളിച്ചതിന് ശേഷം ഈ ടില്ലർ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ ഈസി ആയിട്ട് നമ്മളൊരു 2.5 മണിക്കൂർ 1 ലിറ്റർ ഡീസൽ കൊണ്ട് നമ്മളൊരു 5 സെൻറ്റ് സ്ഥലം വരെ ഇതിനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടൊരു നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കൃഷിയിടങ്ങളിലേക്ക് പോലും, ചെറിയ ഊട് വഴികളിലൂടെ പോലും ഈ മെഷീൻ കൊണ്ടുപോകാം. വളരെ പ്രായം ചെന്നവർക്കും കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാം. അതിൻ്റെ മാനേജർ പുള്ളി ഒരു കലാപരമായിട്ടാണ് അതിനെ ഇത് നമുക്ക് കാണിച്ചു തന്നത്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളി ഒരു ഹാൻഡിലിൽ പിടിച്ചിട്ട് പുള്ളി അങ്ങ് വിട്ടുകൊടുത്തു. മെഷീൻ സ്വയം ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഫ്രണ്ട്ലി ആയിട്ട് ഈ മെഷീനും മണ്ണും ഒക്കെ നമുക്ക് പരുവപ്പെട്ട് വന്നാൽ നമ്മൾ ഏത് കൃഷി ചെയ്താലാണ് സക്സസ് ആകാത്തത്? മണ്ണാണ് കൃഷിയുടെ ശരിക്കുള്ള ആധാരം. മണ്ണിളക്കം വേണം. ആ ഇളക്കുന്ന മണ്ണിനനുസരിച്ചുള്ള വളപ്രയോഗവും വിത്തും പരിചരണവും കൂടെ ആകുമ്പോഴാണ് കൃഷി 100% സക്സസ് ആകുന്നത്. ഇപ്പോൾ കാർഷിക മേഖലയിൽ നല്ല വൈദഗ്ധ്യമുള്ള പണിക്കാരില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ 10 വീടിനൊരു ഗാർഡൻ ടില്ലർ എന്നുള്ള രീതിയിൽ വന്ന 10 പേരും കൃഷി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് മണ്ണിൽ പൊന്നു വിളയിക്കാം. അത് 100 മേനിയുടെ ഗാഥ നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. താങ്ക് യു സർ. താങ്ക് യു.